ഒരു പ്രബോധകനും ഒരു ആബിദും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആബിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നവനാണ്. അത് മരണം വരെ മാത്രമേ നിലനിൽക്കൂ. അവന്റെ നിസ്കാരം, അവന്റെ നോമ്പ്, അവന്റെ സക്കാത്ത് എല്ലാം അവന്റെ മരണം വരെ മാത്രമേ നിലനിൽക്കൂ. പകരം ഒരു ദാഇയുടേത് എത്രത്തോളം നിലനിൽക്കുമെന്നറിയുമോ? ഒരു ഹദീസിൽ കാണാൻ നമുക്ക്, നാളെ ലിവാ ഏന്തിക്കൊണ്ട് ചില മനുഷ്യർ കടന്നു വരും. അവന്റെ പിന്നാലെ 10,000-കണക്കിന് ജനങ്ങൾ ഉണ്ടാകും. ഹൽ ഹാദർ റസൂൽ, ഇതൊരു പ്രവാചകനാണോ എന്ന് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും. ആ സമയത്ത് മാലാഖമാർ വിളിച്ചു പറയും, ഇത് പ്രവാചകനുമല്ല, നബിയുമല്ല, റസൂലുമല്ല, ഇതൊരു സ്വാസമിയുടെ ഒരു ഉമ്മത്തി മാത്രമാണ്. അവൻ പ്രബോധനം ചെയ്ത കാരണത്താൽ അവന്റെ പിന്നിൽ അണിനിരന്ന, അവന്റെ വാക്കുകൾ കേട്ടിട്ട് ജീവിതത്തിലേക്ക് ധന്യമായി കടന്നു വന്ന ആളുകളാണ് പിന്നാമ്പുറത്തുള്ളത് എന്ന് പറയപ്പെടുമെന്നാണ്. അവന് 1000-കണക്കിന് ഹജ്ജിന്റെ പ്രതിഫലമുണ്ടാകും. അവൻ 1000-കണക്കിന് ഹാഫിളിങ്ങളുടെ പ്രതിഫലമുണ്ടാകും. അവൻ 1000-കണക്കിന് ദാഴികളുടെയും ഉലമാക്കളുടെയും പ്രതിഫലമുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ അവന്റെ ജീവിതം പർപ്പസ്ഫുൾ ആണ്. അവന്റെ ജീവിതം ലക്ഷ്യത്തോടു കൂടി പോയതാണ്. എൻ്റെ ജീവിതത്തിൽ വെറും ഒരു കുടുംബമോ അല്ലെങ്കിൽ വെറും ഒരു ജോലിയോ വെറും ഒരു ബിസിനസ്സോ സൊസൈറ്റിയെ സഹായിക്കലോ മാത്രമല്ല, അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കൽ കൂടി എൻ്റെ ദൗത്യമാണെന്ന ബോധ്യം അവൻ ജീവിച്ച് കാണിച്ചത് കൊണ്ടാണ്.